പുകഞ്ഞ് ആളിക്കത്തലിന്റെ വക്കിലാണ് പശ്ചിമേഷ്യ. സമാധാനത്തിന് തൊട്ടടുത്തെത്തിയ ശേഷം ഇപ്പോൾ മറ്റൊരു ചർച്ചയുടെ ലാഞ്ചന പോലും ഇല്ലാത്ത തരത്തിൽ വീണ്ടും പ്രത്യാക്രമണങ്ങളുമായി യുഎസും ഇറാനും കളം നിറയുന്നു. കഴിഞ്ഞ 7 ദിവസങ്ങളായി ഇറാനിൽ തുടർച്ചയായി സ്ഫോടനങ്ങളുടെയും വെടിയൊച്ചകളുടെയും നിലയ്ക്കാത്ത ശബ്ദമാണ് കേൾക്കുന്നത്. ഇപ്പോൾ തെക്കൻ ഇറാനിലാണ് ആക്രമണം നടക്കുന്നത്. ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ആക്രമണം നടത്തിയ അമേരിക്ക പാലങ്ങളും ബോംബിട്ട് തകർക്കുന്ന സ്ഥിതിയാണ്. ഇറാനും ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയിലാണ് ഇറാന്റെ പ്രത്യാക്രമണം. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും യുദ്ധവിമാനങ്ങൾ അടക്കം തകർത്തതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും അമേരിക്ക ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. തുടർച്ചയായുള്ള സംഘർഷം വീണ്ടും ഹോർമൂസിനെയും ബാധിച്ചിട്ടുണ്ട്. ഹോർമൂസിൽ കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞതായി കണക്കുകൾ രേഖപ്പെടുത്തുന്നു. അമേരിക്ക ആക്രമണം കടുപ്പിച്ച് 7-ാം ദിവസം തെക്കൻ ഇറാനിലെ പാലങ്ങളടക്കം ബോംബിട്ട് തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ബന്ദർ അബ്ബാസ് അടക്കമുള്ള നഗരങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ആക്രമിച്ചതാണ്. അത്യാധുനിക പോർവിമാനങ്ങളും ഡ്രോണുകളും യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ച് വ്യോമാക്രമണവും നാവികാക്രമണവും ഒരുമിച്ചാണ് നടത്തിയിട്ടുള്ളത്. ഇറാന്റെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക്സ് ശൃംഖലകൾ, ഭൂഗർഭ ആയുധ സംഭരണശാലകൾ, നാവിക പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയായിരുന്നു അമേരിക്കയുടെ ആക്രമണ ലക്ഷ്യം. ഈ ആക്രമണങ്ങളിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇറാന്റെ തെക്കൻ തീരദേശ നഗരങ്ങളായ ജാസ്ക്, സിറിക്ക്, ഗുഷഹർ, ബന്ദർ അബ്ബാസ് എന്നിവയ്ക്ക് പുറമെ തന്ത്രപ്രധാനമായ ഖഷൻ ദ്വീപ്, അഹ്വാസ്, മധ്യനഗരമായ യാസ്ത് എന്നിവിടങ്ങളിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഖഷൻ ദ്വീപ് പോലെ ഇറാന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുകയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. പക്ഷേ ഗാർഗിനെ അമേരിക്ക ലക്ഷ്യമിട്ടാൽ അതിൻ്റെ പ്രത്യാഘാതം എത്രയെന്ന് ഇപ്പോൾ പറയാനാകില്ല. മുൻപ് ഗാർഗിനെ ലക്ഷ്യമിട്ടതിന് പിന്നാലെയാണ് അമേരിക്ക പൊടുന്നനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അത് ഇറാന്റെ തിരിച്ചടി ഭയന്നു തന്നെയാണ്. ഹോർമൂസ് കടലിടുക്കിനെയും യുദ്ധം സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം കഴിഞ്ഞ 3 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയതായാണ് പ്രമുഖ കപ്പൽ ട്രാക്കിംഗ് സൈറ്റായ മറൈൻ ട്രാഫിക്കിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ സ്ഥിരീകരിക്കുന്നത്. വ്യാഴാഴ്ച കേവലം 8 കപ്പലുകൾ മാത്രമാണ് ഹോർമൂസ് കടന്നത്. ബുധനാഴ്ച 15 കപ്പലുകൾ ഇതുവഴി കടന്നുപോയിരുന്നു. ഈ സ്ഥാനത്താണ് ഒറ്റ ദിവസത്തെ ഇടവേളയിൽ കപ്പലുകളുടെ എണ്ണം പകുതിയായി കുറഞ്ഞത്. കടന്നുപോയ 8 കപ്പലുകളിൽ 7ഉം ഇറാന്റെ നിയന്ത്രണത്തിലുള്ള റൂട്ടാണ് ഉപയോഗിച്ചത് എന്നും മറൈൻ ട്രാഫിക്കിന്റെ കണക്ക് തെളിയിക്കുന്നു. ഒമാൻ പാതയിലൂടെ ഒരു കപ്പൽ പോലും സർവീസ് നടത്തിയിട്ടില്ല എന്നതും മറൈൻ ട്രാഫിക്കിന്റെ ഡാറ്റ തെളിയിക്കുന്നുണ്ട്. കൂടാതെ ഡാർക്ക് ഫ്ലീറ്റ് കപ്പലുകളുടെ സാന്നിധ്യം ഒന്നും തന്നെ ഈ സമയത്ത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഈ ട്രാക്കിംഗ് സൈറ്റിൽ നിന്ന് വ്യക്തമാണ്. ഇറാൻ അമേരിക്ക സംഘർഷത്തിന് കുറവില്ലാത്ത സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിയിലാകുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ ഇടയാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഹോർമൂസ് നിയന്ത്രിക്കുന്നത് ഇറാൻ അല്ല എന്ന് കഴിഞ്ഞ ദിവസവും അമേരിക്ക ആവർത്തിച്ചതാണ്. യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊണ്ടതോടെ സമാധാന ശ്രമങ്ങളുമായി ചൈനയും പാകിസ്ഥാനും രംഗത്തെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇറാനും അമേരിക്കയും യുദ്ധം അവസാനിപ്പിച്ച് സമാധാന ചർച്ചകളിലേക്ക് മടങ്ങണമെന്നാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിലൂടെ ആഹ്വാനം ചെയ്തത്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് രാജ്യാന്തര സമൂഹം വേണ്ട സഹായങ്ങൾ നൽകണമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സമാധാനത്തിന് തൊട്ടടുത്തുവരെ എത്തിയ ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന് പിന്നിലെ പാകിസ്ഥാന്റെ പ്രയത്നത്തെ ചൈന അഭിനന്ദിക്കുകയും ചെയ്തു. പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഖത്തറിനെ ഉപയോഗിച്ചാണ് അമേരിക്ക ഏപ്രിൽ മുതൽ ഇറാനുമായി വെടിനിർത്തലിന് എത്തിയത്. പിന്നീട് ഒരിക്കൽ മാത്രം സമാധാന ചർച്ച നടന്നതൊഴിച്ചാൽ പിന്നെ കാര്യമായ ശ്രമങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നിരന്തര വാഗ്ദാന ലംഘനത്തിന്റെ പേരിൽ ഇറാൻ സമാധാന ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നതോടെ സംഘർഷം വീണ്ടും ശക്തമായി. പ്രധാനമായും ഹോർമൂസ് കടലിടുക്കിലെ വ്യോമ നാവിക പാതകളെ ചൊല്ലിയുള്ള തർക്കമാണ് വീണ്ടും സംഘർഷത്തിന്റെ പാതയിലേക്ക് യുഎസും ഇറാനും എത്താൻ ഇടയാക്കിയത്. കുവൈറ്റ്, ഖത്തർ, ജോർദാൻ രാജ്യങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ പ്രധാനമായും തിരിച്ചടിക്കുന്നത്. യുദ്ധത്തിൽ മധ്യസ്ഥ ശ്രമം നടത്തുന്ന ഖത്തറിനും ആക്രമണം നേരിടേണ്ടി വന്നു എന്നതാണ് ഇതിൽ ശ്രദ്ധേയം. വെള്ളിയാഴ്ച 2 തവണ ഖത്തറിലേക്ക് മിസൈൽ ആക്രമണം നടന്നു. വ്യോമ പ്രതിരോധ സംവിധാനം മിസൈലുകൾ തടഞ്ഞുവെങ്കിലും അവശിഷ്ടങ്ങൾ വീണ് ഒരു കുട്ടിക്ക് പരിക്കേറ്റതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ വൈദ്യുതി ഡീസാലിനേഷൻ പ്ലാന്റിന് നേരെയായിരുന്നു ആക്രമണം. കുവൈറ്റിലെ കുടിവെള്ളത്തിന്റെ 90% കടൽ വെള്ളം ശുദ്ധീകരിച്ച് എത്തുന്നതാണ്. ഇത് ആക്രമിക്കപ്പെടുന്നത് രാജ്യത്തെ കുടിവെള്ള വിതരണത്തെ ബാധിക്കും. പ്ലാന്റിന് സംഭവിച്ച കേടുപാടുകൾ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ആശങ്ക.
തങ്ങളെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് സഹായം ചെയ്താൽ ഗൾഫിലെ ഡീസാലിനേഷൻ പ്ലാന്റുകൾ ആക്രമിക്കുമെന്ന് വളരെ മുൻപ് തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതുമാണ്. പാലങ്ങൾ, തുറമുഖ തീരദേശ നഗരങ്ങൾ, ദേശീയപാതകൾ, റെയിൽവേ പാതകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് അമേരിക്ക പ്രധാനമായും ഇറാനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ സൈനിക നീക്കവും അവശ്യവസ്തുക്കളുടെ വിതരണവും തടസ്സപ്പെടുത്തുകയാണ് ഇതുവഴി അമേരിക്ക പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇത് ഇറാന്റെ പ്രത്യാക്രമണത്തിന്റെ മൂർച്ച കുറയ്ക്കുമെന്ന് അമേരിക്ക കരുതുന്നുമുണ്ട്. ഹോർമുസ് ഖാൻ പ്രവിശ്യയിലെ ബന്ദർ ഖമീർ നഗരത്തിലെ പാലങ്ങളാണ് അമേരിക്ക പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഈ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടതായാണ് സർക്കാർ ഔദ്യോഗിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. തുറമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ദർ അബ്ബാസിനെ രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളുമായും തലസ്ഥാനമായ ടെഹ്റാനുമായും ബന്ധിപ്പിക്കുന്ന ദേശീയപാത, റെയിൽപാത, പാലങ്ങൾ എന്നിവയെല്ലാം തകർത്തു. ഇത് സൈനിക നീക്കം തടസ്സപ്പെടുത്തും. സൈനിക നീക്കത്തിനും ചരക്ക് നീക്കത്തിനും മറ്റു വഴികൾ ഇപ്പോഴും ഇറാന് ലഭ്യമാണ് എങ്കിലും ഒരളവ് വരെ ഇത് അവയെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഈ രീതിയിൽ ഇറാനെ അസ്ഥിരമാക്കി കീഴ്പ്പെടുത്താനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. തെക്ക് കിഴക്കൻ ഇറാനിലെ ഇറാൻ ഷഹർ വിമാനത്താവളവും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ സഹകരണത്തോടെ വികസിപ്പിച്ചു വരുന്ന ചബഹാർ തുറമുഖത്തിലെ നിയന്ത്രണ ഗോപുരവും തകർന്നതായി ഇറാനിയൻ സർക്കാർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള പ്രധാന വ്യാപാര കവാടം കൂടിയായ ചബഹാർ തുറമുഖം ഇന്ത്യയുമായുള്ള ഇറാൻ ബന്ധത്തിന്റെ അടയാളം കൂടിയാണ്. ഗൾഫ് മേഖലയിലെ യുഎസിന്റെയും സഖ്യകക്ഷികളുടെയും സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് വ്യാപക ആക്രമണം നടത്തിയതായാണ് ഇറാന്റെയും അവകാശവാദം. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ജോർദാനിലെ യുഎസ് താവളത്തിലെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും റീഫ്യൂവലിംഗ് വിമാനങ്ങളും അടക്കം ആക്രമിച്ചതായാണ് ഇറാന്റെ സൈനിക വിഭാഗമായ IRGC അവകാശപ്പെട്ടത്. നിരവധി റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റും യുദ്ധവിമാനങ്ങളും തകർത്തതായും ഒട്ടേറെ വിമാനങ്ങൾക്ക് ഗുരുതര കേടുപാടുകൾ വരുത്തിയെന്നുമാണ് IRGC പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ ഇക്കാര്യം ജോർദാനോ അമേരിക്കയോ സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം കടുപ്പിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ സൈന്യം ശക്തമായി പ്രതിരോധിച്ചതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറിയയിലെ അൽ ടൻഫിലുള്ള യുഎസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററും ആക്രമിച്ചതായി IRGC അവകാശപ്പെടുന്നു. എന്നാൽ സിറിയയിൽ ഇത്തരമൊരു US സൈനിക സാന്നിധ്യം പോലും ഇല്ല എന്നാണ് സിറിയ പ്രതികരിച്ചത്.